വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്, അതായത് ഫേസ് ടു ഫേസ് ഇങ്ങനെ വന്നിരുന്നിട്ട് ഇതുപോലൊരു വ്ളോഗ് ചെയ്യുന്നത് കുറേ നാൾക്ക് ശേഷമാണ്. എനിക്ക് തോന്നുന്നൊരു 2 മാസത്തിലേറെയായി കാണണം ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, പക്ഷേ ചെയ്യാറില്ല, അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ക്യാപ്ഷൻ കൊടുത്തേക്കുന്നത് പോലെ തന്നെ എൻ്റെ റീറ്റെയിനേഴ്സിൻ്റെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് ഇതുപോലത്തുള്ള വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ വീഡിയോ ഇങ്ങനെ, അതായത് റിംഗ് ലൈറ്റും ഒക്കെ സെറ്റാക്കിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് എന്താ മൊത്തത്തിൽ എന്തോ ഒരു ചേഞ്ചൊക്കെ പോലെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോഴേ ഫസ്റ്റ് ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഈ ഇടയായിട്ട് എനിക്ക് എൻ്റെ വീഡിയോസിൽ വന്ന കമൻസും അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റയിൽ 2-3 മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ ഇന്ന് ലൈവ് പോയപ്പോഴത്തേക്ക് ഒരു കൊച്ചു പറഞ്ഞു ഭയങ്കര അവർക്ക് ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതായത് ടീത്ത് ബ്രേസസ് റിലേറ്റഡ് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് എനിക്ക്, എൻ്റെ ഉറങ്ങാനുള്ള ടൈമൊക്കെ ആയി വരുന്നുണ്ട്. ആ സമയത്താണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത് തന്നെ. ഇത് ഇന്ന് അപ്ലോഡ് ചെയ്യുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, ചിലപ്പോൾ നാളെ ആയിരിക്കും അല്ലെങ്കിൽ ഇന്നായിരിക്കണം. നമുക്ക് എന്തായാലും കണ്ടൻറ്റിൽ നിന്ന് തെന്നി മാറണ്ട. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, എൻ്റെ ഒരു 5 മാസത്തെ ഈ ഒരു ഇൻവിസിബിൾ റീറ്റെയിനർ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓൾറെഡി എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടീത്ത് ബ്രേസസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇട്ടത് ഇൻവിസിബിൾ റീറ്റെയിനേഴ്സാണ്. സ്റ്റിൽ എൻ്റെ പല്ലിൽ അത് കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ്, ഒരു 5 മാസം എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇട്ടിരുന്ന സമയത്തെന്ന് വെച്ചാൽ, എനിക്ക് പല്ല് കമ്പി എടുത്തതിന് ശേഷം ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഗ്യാപ്പ് എന്ന് വെച്ചാൽ എൻ്റെ പല്ലിന് എന്തായിരുന്നു പ്രശ്നം എന്നുള്ളത് ഓൾറെഡി ഓരോ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പല്ലെടുത്ത ആ ഭാഗത്ത് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ആ ഒരു ഗ്യാപ്പ് ഫില്ലാവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടത്. അങ്ങനെ ഇട്ടിട്ട് ഇപ്പോൾ ഒരു കറക്റ്റ് 5 മാസം ആവുന്നുണ്ട്. എൻ്റെ ഒരു എനിക്ക് തോന്നുന്നൊരു ജൂലൈയിലൊക്കെയാണ് ഞാനത് എടുത്തത്. അതിനുശേഷം അന്ന് തൊട്ട് ഇന്ന് വരെ ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു യൂസ് വരുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ മാത്രമേ ഇത് ഊരി വെക്കാറുള്ളൂ. അത് പൊതുവേ അങ്ങനെ തന്നെയാണ്. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഊരി വെക്കും, ആഫ്റ്റർ ദാറ്റ് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഇടും. പിന്നെ അതുപോലെ ബ്രഷ് ചെയ്യുന്ന സമയത്തും മാറ്റി വെക്കും. അല്ലാതെ ഇത് ഊരി വെക്കാനായിട്ട് പാടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്. ഞാൻ കുറേ വീഡിയോസിലൊക്കെ അല്ലാതെ അങ്ങനെ ഊരി വെക്കാൻ പാടില്ല. പിന്നെന്ന് വെച്ചാൽ ചില സമയം എന്ന് വെച്ചാൽ ഞാനിത് വെക്കാനായിട്ട് വിട്ടു എന്ന് വെച്ചാൽ കുറേ മണിക്കൂർ, ചില ദിവസങ്ങളൊക്കെ ഇവിടെ രാവിലെ ഊരി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പോഴും പറ്റിയിട്ടുള്ളൊരു പ്രശ്നം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, ഈ ഒരു ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ഞാൻ 2-3 കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യാം. നമുക്ക് പിന്നെ ഇത് ഇടുമ്പോഴത്തേക്ക് ഭയങ്കര ഫിറ്റായിട്ട് ഭയങ്കര ടൈറ്റായിട്ടുള്ളൊരു ഫീൽ തോന്നും. നമുക്കതൊരു കുറച്ച് സമയം എടുക്കും അതുമായിട്ട് നമ്മളൊന്ന് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോഴെനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, പല്ല് നമുക്ക് ഭയങ്കരമായിട്ട് ടൈറ്റ്, പല്ലെന്ന് വെച്ചാൽ ഇടുന്ന സമയത്ത് ഭയങ്കര ടൈറ്റായിട്ടുള്ളൊരു ഫീൽ തോന്നും കേട്ടോ. ഞാൻ ആലോചിക്കാം, ഇത് എന്ത് ഇത്രയും ടൈറ്റാവുക, അതിനനുസരിച്ച് പല്ല് മൂവ് ചെയ്തോ. അതിനൊരു കാര്യം എനിക്ക് സത്യം ഇന്നും പിടിയിട്ടിട്ടില്ല, എന്താണ് ആ ഒരു ടൈറ്റ് തോന്നുന്ന ഒരു കാര്യമൊന്ന്. അല്ലാതെ നമ്മുടെ ആ ഒരു പല്ലിരിക്കുന്ന ആ ഒരു ഷേപ്പ് അങ്ങനെ തന്നെയാണ്. പിന്നെ എനിക്കിത് യൂസ് ചെയ്തിട്ട് എൻ്റെ പല്ലിന് എന്തെങ്കിലും വ്യത്യാസം എന്ന് വെച്ചാൽ, യൂസ് ചെയ്തതിന് ശേഷം ഒരു വ്യത്യാസമില്ല കേട്ടോ. കാരണം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നു, അല്ലാത്ത ഒറ്റ കമ്പി ഇടുമ്പോഴത്തേക്ക് പല്ലിന് കുറച്ചും കൂടി മൂവ്മെൻറ്റ്സ് ഉണ്ടാവും, പുറകിലോട്ട് പോകും പല്ല്. അതുപോലെ ഗ്യാപ്പ്, ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഫില്ലാവും. പക്ഷേ ഇതിട്ടിട്ട് അങ്ങനത്തെ ഒരു കാര്യമില്ല കേട്ടോ. ഇതിട്ട് കഴിഞ്ഞാലും സത്യം പറഞ്ഞാൽ ഒരു ഈ പറഞ്ഞ നമുക്ക് അവിടെ പിടിച്ചു നിർത്താം, അതായത് നമുക്ക് അവിടെ സ്റ്റേബിളായിട്ട് പിടിച്ചു നിർത്തുക എന്നുള്ളത്, നമുക്കത് മുന്നോട്ടോ പുറകിലോട്ടോ കൊണ്ടുവരാൻ പറ്റത്തില്ല. ആ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരു ചേഞ്ചും പല്ലിന് ഉണ്ടായിട്ടില്ല. അത് കറക്റ്റ് കാര്യമാണ്. അതുപോലെ തന്നെ ഗ്യാപ്പ് ഫില്ലായിട്ടില്ല. ഗ്യാപ്പ് സത്യം പറഞ്ഞാൽ ഇതിട്ടാൽ ഫില്ലാവത്തില്ല എന്നുള്ള കാര്യം സ്വയം എനിക്കത് ഇട്ട് നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലായത്. ഒരിക്കലും ഗ്യാപ്പ് ഫില്ലാവത്തില്ല കേട്ടോ, അത് ഉറപ്പുള്ള കാര്യമാണ്. ഇനി ഇത് എനിക്ക് തോന്നുന്നു നമുക്ക് ചിലപ്പോൾ ഒറ്റ കമ്പിയായിട്ട് ഇട്ടാൽ ചിലപ്പം ഗ്യാപ്പ് ഫില്ലാവും. ഇത് വെച്ചിട്ട് ഫില്ലാവത്തില്ല. എൻ്റെ അത് എങ്ങനെയാണോ എൻ്റെ പല്ല് കമ്പി എടുത്തത് അതുപോലെ തന്നെ ഇരിക്കുകയാണ്. ഇതങ്ങനെ റീറ്റെയിൻ ചെയ്ത് വെക്കുക, അതുകൊണ്ടാണല്ലോ ഇനി റീറ്റെയിനറിൻ്റെ പേര് വന്നത്. റീറ്റെയിൻ ചെയ്ത് നിർത്താം എന്നല്ലാതെ പല്ലിനൊരു മാറ്റം വന്നിട്ടില്ല. എനിക്ക് ചെറിയ ഗ്യാപ്പ് ഇവിടെ ഉണ്ട്, ഇവിടെ ഈ ഭാഗത്തൊക്കെ ഗ്യാപ്പ് ഉണ്ട്. അത് കുറച്ച് പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. അപ്പോഴേ ഒറ്റക്കമ്പി ആയിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ എൻ്റെ ഗ്യാപ്പൊക്കെ അതേ കണക്ക് തന്നെ ഉണ്ട്. പല്ല് പക്ഷേ മുന്നോട്ട് ഉന്തിയിട്ടില്ല, അത് ഉറപ്പുള്ളവരായിട്ടോ, മുന്നോട്ട് വരത്തില്ല. അത് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമായിരിക്കും. രാത്രി കിടക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് ഒരു 5 മാസത്തിനൊക്കെ ഒരു ദിവസം പോലും ഞാൻ വിട്ടുപോയിട്ടില്ല. എല്ലാ ദിവസവും നൈറ്റ് ഇത് പ്രോപ്പറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. രാവിലെ പല്ല് വെക്കാൻ തന്നെ നമ്മളത് ക്ലീൻ ചെയ്ത് വീണ്ടും വെക്കത്തുള്ളൂ. അങ്ങനെ പിന്നെ ഇനി ഇതിൻ്റെ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ ഇത് അതായത് ക്ലീൻ ചെയ്യുന്നെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നോർമൽ ഞാൻ പേസ്റ്റ് വെച്ചിട്ട് ഇത് ക്ലീൻ ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ ഇത് ഊരി വെക്കുന്ന സമയത്ത് വെള്ളത്തിലിട്ട് വെക്കണമെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിലിട്ട് വെക്കും, ചില സമയം വിട്ടു പോകും, ചില സമയം സാധാരണ വാഷ് ചെയ്തിട്ട് തന്നെയാണ് വെക്കുന്നത്. അങ്ങനെയൊക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി ഇടാം.
റീറ്റെയിനറിനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇടാം. അതുപോലെ തന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് അത് കടിച്ചാൽ, അതായത് നമ്മൾ പല്ല് വെച്ച് കടിക്കുമ്പോൾ പൊട്ടിപ്പോകത്തില്ല. എനിക്കും ഇതേ സെയിം ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൊട്ടിപ്പോകത്തില്ല, പിന്നെ എത്ര കടിച്ചാലും പൊട്ടത്തില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ബാക്കി കമൻസൊക്കെ നോക്കിയിട്ട് ഞാൻ ബാക്കി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് അധികം ലെങ്ത് ആയി പോകണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് കമൻറ്റ് ചെയ്തേക്കുക. നമുക്ക് നെക്സ്റ്റ് വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.